ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് എടുത്തു. തന്മൂലം കർത്താവിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു വ്യക്തിയുടെ തിന്മ കൊണ്ട് എന്തുമാത്രം അനർത്ഥങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരു വ്യക്തിയുടെ ഒരു തെറ്റ് എത്ര വലിയ നഷ്ടമാണ് ഒരു സമൂഹത്തിന്, ഒരു കുടുംബത്തിന് കൊണ്ടുവരുന്നത്. ഒരു വ്യക്തിയുടെ തിന്മ എത്രമാത്രം അപമാനമാണ് ഒരു സമൂഹത്തിന് കൊണ്ടുവരുന്നത് എന്നതിൻ്റെ 2 വചന ഉദാഹരണങ്ങളാണ്. അതിലൊന്നാമതായി ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആഖാൻ്റെ പാപമാണ് നമ്മൾ ഉദാഹരണമായി എടുക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വലിയ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. അടച്ചുറപ്പുള്ള ജെറീക്കോ പട്ടണത്തിന് ചുറ്റും ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത 7 ദിവസം വലം വയ്ക്കുകയും വളരെ കെട്ടുറപ്പുള്ള ആ നഗരത്തെ ഇവർ കീഴടക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ട്. ജെറീക്കോ ആക്രമിച്ച് കീഴടക്കാൻ പോയ സമയത്ത് ദൈവം ഇവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നഗരത്തിൽ നിന്ന് ആരും ഒന്നും സ്വന്തമായി എടുക്കരുത് എന്ന്. പക്ഷേ ആഖാൻ അവിടെ വിലപിടിപ്പുള്ള ഒരു മേലങ്കിയും വെള്ളിയും സ്വർണവും സ്വന്തമായി എടുക്കുകയും അവൻ്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് അത് കുഴിച്ചിടുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ സംഭവത്തിന് ശേഷം ആയി പട്ടണം ആക്രമിക്കാൻ ജെറീക്കോയേക്കാൾ വളരെ താരതമ്യേന വളരെ ചെറിയ ഒരു പട്ടണമായ ആയി പട്ടണം ആക്രമിക്കാൻ ജോഷുവയും സൈന്യവും പോകാനിരിക്കുകയാണ്. ചാരന്മാർ പോയി ആയി പട്ടണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ടതില്ല. ജെറീക്കോ പട്ടണം ആക്രമിക്കാൻ പോയതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ട കാര്യമില്ല. 2000 അറ്റ് ദ മോസ്റ്റ് 3000 പോയാൽ മതി. അതുകൊണ്ട് ജോഷുവ 3000 പേരെ, പരമാവധി ആവശ്യമുള്ള അത്രയും പേരെ ആയി പട്ടണം ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഈ 3000 പേർ അവരെ ആക്രമിക്കാൻ പോയി. പക്ഷേ ആയി നിവാസികൾ ഇവരെ തോൽപ്പിക്കുകയും 36ഓളം പേരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ ജനത നാണം കെട്ട് തിരിച്ചോടി വന്നിരിക്കുന്നു. ജോഷുവ ഇതിൻ്റെ അർത്ഥമെന്താണെന്നറിയാതെ കർത്താവിൻ്റെ മുൻപിൽ മുഖം പൊത്തിക്കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോഷുവ പറയുന്നു, കർത്താവേ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റ് പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്താണ് പറയേണ്ടത്? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? ഈ ജനതയുടെ നാമം ഇത് അപകീർത്തിപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ജോഷുവയോട് ചോദിക്കുകയാണ്. ജോഷുവ 7:10 കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു.
നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഒരാളാണ് പാപം ചെയ്തത്, പക്ഷേ അപമാനം ഒരു സമൂഹത്തിന് മുഴുവനുമായി തീർന്നു. ദൈവം പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്തു. ആഖാൻ പാപം ചെയ്തു എന്നല്ല, ഇസ്രായേൽ ജനത പാപം ചെയ്തിരിക്കുന്നു. ആ പാപത്തിന് പരിഹാരം ചെയ്യാതെ, ആ തിന്മ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാതെ ഇനി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇയാളുടെ പാപം, ഇതാ ഇസ്രായേൽ ജനത ജോഷുവയുടെ നേതൃത്വത്തിൽ പാപം ചെയ്തത് ആരാണെന്ന് കണ്ടെത്തുന്നു. ആഖാൻ തൻ്റെ തെറ്റ് ഏറ്റുപറയുന്നു. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തു. കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായൊരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഇങ്ങനെ ആഖാൻ തെറ്റ് ചെയ്തു. ഇസ്രായേൽ ജനത പരാജയപ്പെട്ടു. ഇത് തെറ്റ് കണ്ടുപിടിക്കപ്പെട്ട് കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ എത്തിയപ്പോൾ ജോഷ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വച്ചത്? നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു, വസ്തുവകകൾ അഗ്നിക്കിരയാക്കി. ഈ ആഖാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പാപം മൂലം അയാളുടെ കുടുംബം മുഴുവൻ അഗ്നിക്കിരയാക്കപ്പെടുന്നു, കുടുംബം മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു. ഒരാളുടെ തിന്മ ഒരു സമൂഹത്തിന്, ഒരു കുടുംബത്തിന് അപമാനം കൊണ്ടുവരുന്നു, നാശം കൊണ്ടുവരുന്നു. സമാനമായ മറ്റൊരു ഉദാഹരണം, ഒരു കൂട്ടമാളുകളുടെ തിന്മ വലിയ നാശം സമൂഹത്തിന് കൊണ്ടുവരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോകുന്ന 12 പേർ, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരായി കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി പോയി. 40 ദിവസം അവർ കാനാൻ ദേശം ഒറ്റുനോക്കി. എന്നിട്ട് തിരികെ വന്നു. ജോഷുവയും കാലെബും ഒഴിച്ച് ബാക്കി 10 പേർ ഈ ദേശത്തെക്കുറിച്ച് അവർ പറഞ്ഞു, കാനാൻ ദേശത്തുള്ളവർ വലിയ ഉയരമുള്ളവരാണ്, അവർ യോദ്ധാക്കളാണ്, അവരുടെ മുൻപിൽ നമ്മൾ വെട്ടിലുകളെ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദേശം ആക്രമിച്ച് കീഴടക്കാൻ സാധിക്കുകയില്ല. ഒറ്റുനോക്കാൻ പോയവർ തിരികെ വന്ന് നൽകിയ റിപ്പോർട്ട് കേട്ടപ്പോൾ ജനം മുഴുവൻ ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി, കോപിക്കാൻ തുടങ്ങി. അവരെല്ലാവരും ആക്രോശിച്ചു പറഞ്ഞു, ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ കൊല്ലപ്പെടാൻ വേണ്ടിയാണോ? ഇവിടെ കിടന്ന് നശിക്കാൻ വേണ്ടിയാണോ? അങ്ങനെ അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ ഈ 10 പേർ കാരണമായി. അതുകൊണ്ട് ദൈവം 2 ശിക്ഷകളാണ് അവർക്ക് നൽകിയത്. ഒന്ന്, ഇങ്ങനെ പിറുപിറുത്തവർക്ക്, തെറ്റായിട്ടുള്ള റിപ്പോർട്ട് നൽകിയവർക്ക് വലിയ നാശം സംഭവിച്ചു. അവർ മഹാമാരി വന്ന് വധിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. 2, ജനത്തിന് മുഴുവൻ മറ്റൊരു ശിക്ഷ നൽകുന്നു. എന്തുകൊണ്ടാണ് 40 വർഷം ജനം മരുഭൂമിയിൽ അലയേണ്ടി വന്നത്? ദൈവം പറഞ്ഞു, ഒറ്റുനോക്കാനെടുത്ത 40 ദിവസത്തിൽ ഒരു ദിവസത്തിന് 1 വർഷം വെച്ച് നിങ്ങൾ മരുഭൂമിയിൽ അലയേണ്ടി വരും. ഈ 10 പേരുടെ തിന്മ ഈ ജനത്തിന് മുഴുവൻ 40 വർഷം മരുഭൂമിയിൽ അലയുന്നതിന് ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ തിന്മ, ഒരു കൂട്ടമാളുകളുടെ തിന്മ ഇതാ അനേകർക്ക് നാശത്തിന് ഇടവരുത്തുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഈ ചിന്ത അപ്ലിക്കബിളാണ്. നമ്മുടെ ഒരു പ്രാവശ്യത്തെ തിന്മയാകാം, പല പ്രാവശ്യമുള്ള ഒരു വ്യക്തിയുടെ തിന്മയാകാം. അത് കുടുംബത്തിലെ വിശ്വാസത്തെ നശിപ്പിക്കുന്നു,
കുടുംബത്തിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിലുള്ള സമാധാനം മുഴുവൻ നശിപ്പിക്കുന്നു. തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരാൾ ഒരു സമൂഹത്തിന് മുഴുവൻ താൽക്കാലികമാണെങ്കിൽ കൂടെ തിന്മ പ്രചരിപ്പിക്കുന്ന, കളങ്കമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഓരോ വാക്കിലും, ഓരോ ചിന്തയിലും, ഓരോ പ്രവൃത്തിയിലും ഓരോരുത്തരും കർത്താവിനോട് വിശ്വസ്തരായിരിക്കുവാൻ വചനം നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിന്മകൾ പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിന്മയിൽ വ്യാപരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുണ്ടാകട്ടെ. തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യുന്നവരായി തീരാൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടക്കാം. കാരുണ്യവാനായ കർത്താവേ, ആഖാന്റെ പാപം ഇസ്രായേൽ ജനത്തിന് അപമാനം കൊണ്ടുവന്നതുപോലെ എൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ, തിന്മയുടെ മേഖലകൾ, തിന്മ പ്രവർത്തിച്ചു പോയ അവസരങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ അപമാനം കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷമിക്കണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യുന്നവരാകാൻ, തിന്മയെ എതിർക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.